അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കരുത്. സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പൊതുജനങ്ങളിലും വ്യാപാരികളിലും ഭാരമാവുന്ന രൂപത്തിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കരുതെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. 5 ലക്ഷത്തോളം കുടുംബങ്ങളുടെ ആശ്രയവും ലക്ഷക്കണക്കിന് തൊഴിലും നൽകുന്ന സ്വർണ്ണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും സ്വർണ്ണ വ്യാപാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാറ്റ് കുടിശ്ശിക എഴുതി തള്ളണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ സ്വർണത്തിന് ഇറക്കുമതി ചുങ്കം കൂട്ടിയതോടെ സ്വർണ്ണ കള്ളക്കടത്ത് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗത സ്വർണ്ണ മേഖലയിൽ നടക്കുന്നതിനേക്കാൾ വലിയ വ്യാപാരമാണ് സമാന്തര മേഖലയിൽ നടക്കുന്നത്. GST ഉദ്യോഗസ്ഥർ പരമ്പരാഗത സ്വർണ്ണ വ്യാപാര മേഖലയിൽ മാത്രമാണ് പരിശോധനകൾ നടത്തിവരുന്നത്. സമാന്തര മേഖലയെ അമർച്ച ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഹാൾ മാർക്കിംഗ് സംവിധാനത്തിലൂടെ സ്വർണം വാങ്ങുന്ന ഉപഭോക്താവിന് ട്രാക്കിംഗ് സംവിധാനം നിലവിൽ നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള നികുതി കുറവും GST രജിസ്ട്രേഷൻ എടുത്ത സ്വർണ്ണ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. M. മുസ്തഫയുടെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ ജനറൽ ബോഡി ഏകദേശം 4 മാസത്തോളമായി താന്നൂര്, തിരൂര് സംയുക്തമായായിരുന്നു നമ്മുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. പക്ഷേ താന്നൂര് ഏകദേശം 40ഓളം വ്യാപാരികളുള്ള സ്ഥിതിക്ക് അവർക്ക് ഒരു പ്രത്യേക യൂണിറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താന്നൂർ യൂണിറ്റ് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താന്നൂരിൽ വിപുലമായി കൺവെൻഷൻ നടത്തി അവിടെ ഒരു യൂണിറ്റ് രൂപീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അന്ന് നമ്മൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൽക്കാലികമായി 3 ഭാരവാഹികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ അന്ന് പിരിഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി നമ്മുടെ കമ്മിറ്റി നമുക്ക് വിപുലീകരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അതാണ്. സ്വന്തമായി വാഹനത്തിൽ 4-ാം തീയതിയോ 3-ാം തീയതിയോ 5-ാം തീയതിയോ ഒക്കെ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ആ സൗകര്യത്തിനനുസരിച്ച് നിർബന്ധമായും എല്ലാവരുടെയും സാന്നിധ്യം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പം നമ്മൾ 3 ഭാരവാഹികൾ മാത്രമാണുള്ളത്. 2-3 വൈസ് പ്രസിഡന്റുമാരും 2-3 സെക്രട്ടറിമാരും കൂടി നമുക്ക് ഈ വേദിയിൽ വെച്ച് തിരഞ്ഞെടുക്കണം. മാത്രമല്ല, നമ്മുടെ സംഘടനയ്ക്ക് സംസ്ഥാന തലത്തിൽ ഇപ്പം യൂത്ത് ലീഗ് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ഏതാണ്ട് എല്ലാ ജില്ലകളിലും യൂണിറ്റുകളിലുമൊക്കെ കമ്മിറ്റികൾ നിലവിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂത്ത് ലീഗിൻ്റെ ഒരു അഡ്ഹോc കമ്മിറ്റി ചെയർമാനായി നമ്മുടെ നിഖിലിനെ തിരഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്തത്. ബാക്കിയുള്ള യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ കൂടി നമുക്ക് ഈ ഇന്നത്തെ പരിപാടി വെച്ച് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ പരിപാടിയുടെ മറ്റൊരു അജണ്ട. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടുത്ത സെഷനിൽ വിശദമായിട്ട് പറയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ തിരൂർ യൂണിറ്റിൽ നിന്ന് പോയിട്ടുള്ള ഏകദേശം 100ഓളം ആളുകൾക്ക്, താന്നൂരടക്കം 110 ആളുകളുടെ ഒരു പാസ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. അത് നമ്മൾ താമസിയാതെ നിങ്ങളെ എല്ലാവരുടെയും കടകളിൽ എത്തിക്കും. ഈ പാസ് 300 രൂപ ചാർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട നമ്മളെ സ്റ്റേറ്റ് സമ്മേളനം എന്ന് തന്നെ പറയാം, 5000 ആളുകൾ പങ്കെടുക്കുന്ന 5-ാം തീയതിയിലെ പരിപാടി. ആ പരിപാടിക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ തിരൂർ യൂണിറ്റാണ് സ്റ്റേറ്റ് തലത്തിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തിരൂർ യൂണിറ്റാണ് ഏറ്റവും കൂടുതൽ വ്യാപാരികളെ പങ്കെടുപ്പിച്ച് പ്രകടനം നടത്തിയത്. അബ്ദുൽ അസീസ് വള്ളത്തൂർ, M. ജയപ്രകാശ്, സിദ്ദീഖ് വൈലത്തൂർ, ഹൈനസ് ബാവ, എലൈറ്റ് രവി, CP ഖാലിദ് കുട്ടി, നൌഫൽ ഖത്തർ, ദാമോദരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് വിംഗ് ഭാരവാഹിത്വത്തിലേക്ക് പ്രസിഡന്റായി TV നിഖിൽ,
ജനറൽ സെക്രട്ടറിയായി സമീർ ഇനാം, ട്രഷററായി ഹാദി മുഹമ്മദ് പൂവിൽ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.